Hi students, welcome back to our management class. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മാനേജ്മെന്റിൽ വേരിയസ് സ്കൂൾസ് ഓഫ് തോട്ടിനെ പറ്റിയാണ് പഠിച്ചിരുന്നത്. ഈ ഒരു വീഡിയോയിൽ ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ടാണ് പറയാൻ പോകുന്നത്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ മാനേജ്മെന്റ് എന്നുള്ള ടേം ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ഒറിജിൻ ഒന്നുമല്ല, പണ്ട് മുതലേ ഉള്ളതാണ്. മാനേജ്മെന്റ് എക്സിസ്റ്റഡ് ഇൻ എവറി നോക്ക് ആൻഡ് കോർണർ ഓഫ് ദ വേൾഡ്. No doubt, 20th century is marked as an era of scientific management. It does not mean management is totally absent before this. ഇന്നത്തെ മാനേജ്മെന്റ്, ഇന്ന് നമ്മൾ കാണുന്ന മാനേജ്മെന്റ്, മോഡേൺ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്നത്, it is developed over a long period of time. Management is one of the important function in all areas, in all societies, being found in home, church, government and economic undertakings of people. അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ എന്നുള്ള ഒരു ഓർഗനൈസേഷനിൽ മാത്രമല്ല, ഒരുവിധം എല്ലാ ഏരിയയിലും നമുക്ക് കാണാവുന്ന ഒരുവിധം എല്ലായിടത്തും മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ദെൻ അതിൻ്റെ ആ ഒരു ഡെവലപ്മെന്റ് എങ്ങനെയാണ് തുടക്കം മുതൽ പണ്ട് മുതലേ ഉള്ള മാനേജ്മെന്റിന് ഇന്ന് കാണുന്ന നമ്മൾ മാനേജ്മെന്റിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ് ഇവല്യൂഷനിൽ കാണുക. Evolution and development of science of management can be studied under the following heads, mainly under four heads. First one, management in ancient civilization, then during the medieval period, and scientific and functional approach to management, and fourth one, management in modern period. First one, management in ancient civilization. ആൻഷ്യൻ സിവിലൈസേഷൻ, അതായത് ആൻഷ്യൻ പീരീഡിലും നമ്മൾ മാനേജ്മെന്റ് യൂസ് ചെയ്തിരുന്നു. അന്നത്തെ കാലത്ത് ആളുകൾ അവർ ഫുഡ് കിട്ടാനും അതുപോലെ തന്നെ ആ ഫുഡ് കിട്ടുന്നതിന് വേണ്ടി അവർ ഹണ്ടിങ്, ഫിഷിംഗ് ഒക്കെ നടത്തിയിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് അന്ന് ഉള്ള ആളുകൾ അവർക്ക് ആവശ്യമുള്ള ഫുഡ് അവർ കണ്ടെത്തിയിരുന്നത്. അപ്പോൾ ഈ ഫുഡ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിന് അവർ പല രീതിയിൽ ഫുഡ് കണ്ടെത്താനും അതുപോലെ തന്നെ അത് എങ്ങനെ എല്ലാവർക്കുമായിട്ട് എങ്ങനെ അത് എന്താ പറയുക, എല്ലാവർക്കുമായിട്ട് എങ്ങനെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരുന്നു. അപ്പോൾ അവിടെയും ചെറിയൊരു മാനേജ്മെന്റിന്റെ അപ്ലിക്കേഷൻ വന്നിരുന്നു. The culture of that period was known as Mesolithic. Later, Mesolithic culture was replaced in most region by cultures using elementary agriculture and domesticated animals to give the major contribution of food production and conservation. Then primitive society had its codes for the conduct of business and rules regarding the roles of parents, punishment for wrongdoing, rights for worship of God, and manners presenting proper ways to eat and the like, etc. അപ്പോൾ ഇങ്ങനെ അന്നത്തെ കാലത്തെ ആളുകൾ അവർക്ക് പല രീതിയിൽ ഇപ്പോൾ ബിസിനസ് നടത്തുകയായാലും അതുപോലെ തന്നെ പാരൻസിന്റെ റോള് പറയുമ്പോഴായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണിഷ്മെന്റ് കൊടുക്കുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അവരെ ഗോഡിനെ വർഷിപ്പ് ചെയ്യുന്ന കാര്യത്തിലായാലും എല്ലാത്തിലും അന്നത്തേതായ ആളുകൾക്ക് അവരുടേതായ രീതികളുണ്ടായിരുന്നു. അപ്പോൾ അതിനും അതിൻ്റെതായ ഒരു വേ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ആളുകൾ ലീഡേഴ്സിനാണ് അന്നത്തെ കാലത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. Leader was there with the advent of practiced agriculture. Small village grew and the civilization evolved, and they became priests, the kings, and the appointed ministers holding power and wealth in their societies. അപ്പം അന്നും ഈ പറഞ്ഞ ഒരു ഗ്രൂപ്പായിട്ടുള്ള ആളുകളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനെ ലീഡ് ചെയ്യാനായിട്ട് ഒന്നുകിൽ അവിടെ ഒരു പ്രീസ്റ്റോ അല്ലെങ്കിൽ രാജാവ്, കിങ്ങോ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർ അപ്പോയിന്റ് ചെയ്യുന്ന മിനിസ്റ്റേഴ്സോ ഉണ്ടായിരുന്നു. Then we can trace a number of features of modern management from the ancients. ആ പണ്ടത്തെ കാലത്തെ ആളുകളിൽ നിന്നാണ് പല ഇപ്പോഴത്തെ പുതിയ ടെക്നിക്ക് മാനേജ്മെന്റിന്റെ പല മെത്തേഡ്സും എടുത്തിരിക്കുന്നത്. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ to manage the developed rules and taboos to conduct. And some of the earliest written document in the world found in the Sumerian civilization of 5000 years ago. അപ്പം അന്നത്തെ കാലത്ത് സുമേറിയൻസിന്റെ 5000 വർഷങ്ങൾക്ക് മുൻപുള്ള ഈ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് വേൾഡിൽ ആദ്യമായിട്ട് ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അന്ന് ആ ഒരു ഡോക്യുമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ട് അവിടെ മാനേജീരിയൽ കൺട്രോൾ ചെയ്തിരുന്നു എന്നുള്ളതിന്റെ എവിഡൻസ് ആ ബുക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്.
ഓക്കെ ദെൻ പിന്നത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈജിപ്ഷ്യൻസിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ ഈ പിരമിഡ് എടുക്കുക, അതുപോലെ ചൈനയുടെ ഗ്രേറ്റ് വാൾ, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ഇതെല്ലാം ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളതും അവരാ ചെയ്ത രീതിയും അതൊക്കെ അതിൽ മാനേജ്മെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. Interpretation of early Egyptian papyrus, then extending as far back as 1300 BC, indicate the recognition of the importance of organization and administration in Egypt. അപ്പോൾ ഈജിപ്ഷ്യൻസും അവിടെ അവർ യൂസ് ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെയൊക്കെ തെളിവാണിത്. എവിഡൻസ് ഓഫ് മാനേജ്മെന്റ് പ്രാക്ടീസസ് ഓൾസോ സീൻ ഇൻ ബാബിലോണിയൻ എംപയർ. അതുപോലെ തന്നെ ബാബിലോണി മാനേജ്മെന്റിന് അന്നുണ്ടായിരുന്നതാണ്. അതായത് ഈ ബാബിലോണിയൻ മാനേജ്മെന്റ് ആ സമയത്ത് മാനേജ്മെന്റ് ഉണ്ടായിരുന്നു എന്നുള്ളതിനാണ് അവിടെ ഹമ്മുറാബി എന്ന് പറഞ്ഞിട്ടൊരു മാനേജ്മെന്റ് തോട്ട്, അതിന് ഒരു കോഡാണത്. ബാബിലോണിയ, ഈ ഹമ്മുറാബി എന്ന് പറയുന്നത് കിങ് ഓഫ് ബാബിലോണിയ ആയിരുന്നു. ഫോർ സം പീരീഡ് ബിറ്റ്വീൻ 2000 ആൻഡ് 1750 BC. ഇതിൽ മാനേജ്മെന്റിൽ തന്നെ അതിൻ്റെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഓൾഡസ്റ്റ് കോഡ് ഓഫ് ലോ എന്ന് വേണം നമുക്ക് അതിനെ പറയാനായിട്ട്, കോഡ് ഓഫ് ഹമ്മുറാബി എന്നുള്ളത്. അപ്പോൾ അവിടെയും എന്തുണ്ട്, മാനേജ്മെന്റിനെ പറ്റി മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അന്നും ഉണ്ട് എന്നുള്ളതിനുള്ള തെളിവാണത്. അതുപോലെ തന്നെ ഹീബ്രൂസിന്റെ കോൺട്രിബ്യൂഷൻ മാനേജ്മെന്റിന്റെ ഫീൽഡിൽ, ദെൻ ദ ബുക്ക് ഓഫ് എക്സോഡസ് ഇൻ ബൈബിൾ clearly illustrate Moses made use of principle of delegation and exception, personal selection, training and organization. ഇപ്പോൾ ബൈബിളിലെ ആ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടും. അന്ന് മോശ നമ്മൾ പറയണം മോസസ് അന്ന് ഡെലഗേഷൻ ചെയ്തിരുന്നതും അതുപോലെ തന്നെ ആളുകളെ സെലക്ട് ചെയ്യുന്നതും അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് മാനേജ്മെന്റിന്റെ പണ്ടത്തെ മാനേജ്മെന്റിന്റെ ഒരു വേർഷൻ എന്ന് വേണം അതിന് പറയാൻ. ഓക്കെ, അപ്പോൾ ഈജിപ്ഷ്യൻസ് അതുപോലെ ചൈനീസ് ഇവരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എംപ്ലോയ്ഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ടു കോർഡിനേറ്റ് ആക്ടിവിറ്റീസ് ഡ്യൂറിങ് മിലിറ്ററി ക്യാമ്പയിൻ. ദെൻ റോമൻ എംപയറിന് വേണ്ടിയിട്ട് അതിനു വേണ്ടി ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ദെൻ സോക്രട്ടീസ് ഡിസ്കസ്ഡ് മാനേജ്മെന്റ് പ്രാക്ടീസസ് ആൻഡ് കോൺസെപ്റ്റ്സ് ഇൻ 400 BC. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ അന്നും മാനേജ്മെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ചൈനീസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ചൈനീസ് വെർ അവെയർ ഓഫ് സർട്ടൻ പ്രിൻസിപ്പിൾസ് ബെയറിംഗ് ഇൻ ഓർഗനൈസിങ്, പ്ലാനിങ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ്. അതൊക്കെ ആ ഒരു പീരീഡിൽ, അതായത് 120 BC ആ പീരീഡിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ ഗ്രീസ് ആൻഷ്യൻ ഗ്രീസിലും നമുക്ക് ഇപ്പോൾ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള അവർ ചെയ്തിരുന്ന ഫംഗ്ഷൻ, മാനേജ്മെന്റ് ഫംഗ്ഷൻ, അതിനുള്ള എവിഡൻസസ് ഒക്കെ അന്നത്തെ കാലത്തും ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരുവിധം എല്ലാ ഏരിയാസിലും. പിന്നെ അതുപോലെ തന്നെ അടുത്തത് Xenophon discussed management as a separate art in 400 BC. Then Socrates had defined management as a skill separate from technical knowledge and emphasized the need for appointing fittest person to perform various management activities. അപ്പോൾ അന്നത്തെ സോക്രട്ടീസും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു ജോലിക്ക് അതിൻ്റെതായ കഴിവുള്ള ആളുകളെ വേണം വെക്കാൻ. അന്നത്തെ കാലത്ത് ആള് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ സെലക്ഷനും പ്ലേസ്മെന്റ് ഒക്കെ നടത്തുന്നതിന്റെ കേസ് അത് ഇപ്പോഴത്തെ മോഡേൺ മാനേജ്മെന്റിന്, അപ്പൊ അവരിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ മാനേജ്മെന്റിൽ നമ്മൾ ചെയ്യുന്ന റിക്രൂട്ട്മെന്റ് സെലക്ഷൻ എന്നുള്ള ഒരു പ്രോസസ് ഒക്കെ. ദെൻ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ബ്രാഹ്മൺ കൗതില്യ, ഓൾസോ നെയ്മഡ് വിഷ്ണുഗുപ്താസ് പ്രിൻസിപ്പൽ വർക്ക് അർത്ഥശാസ്ത്രയിൽ ഇതുപോലെ തന്നെ മാനേജ്മെന്റിൻ്റെതായിട്ടുള്ള പല ഡീറ്റെയിൽസ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്പർ ഓഫ് ആസ്പെക്ട്സ് ഓഫ് മാനേജ്മെന്റ്. ദെൻ അതുപോലെ കൗതില്യാസ് മേജർ തീം ഇസ് പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് മാനേജ്മെന്റ് ഓഫ് ദ സ്റ്റേറ്റ്. ദെൻ ഹമ്മുറാബി, നമ്മളിപ്പോൾ ഇവിടെ സൈറസിന്റെ കേസാണ് പിന്നെ വിട്ടുപോയിരിക്കുന്നത്. സൈറസ് ഹ്യൂമൻ റിലേഷൻ ആൻഡ് മോഷൻ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അത് 400 BC ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്ലേറ്റോ, അതും ജോബ് സ്പെഷ്യലൈസേഷൻ 350 BC. ദെൻ ഹമ്മുറാബിയുടെ പറഞ്ഞ അക്കാഡിയൻ കോഡ് എന്ന് പറഞ്ഞിട്ട് ഹമ്മുറാബിയുടെ കോഡ് അതുമുണ്ട്. അതുപോലെ തന്നെ ദെൻ ഇനി അടുത്തത് ചൈനീസ് ഫിലോസഫറുടെ കേസിൽ അവിടെ ആർട്ട് ഓഫ് വാർ എന്ന് പറഞ്ഞിട്ട് 500 BC ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നെബുചദ്നേസർ provided the method of wage incentive and production control.
Then Chandragupta Maurya used to follow Arthashastra, which was authored by Kaudilya or Vishnugupta or Chanakya. ഇതും നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഈ മിലിറ്ററി റിലേറ്റഡും അതുപോലെ തന്നെ എക്കണോമിക് പോളിസീസിന്റെ കേസിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്നത്തെ കാലത്തും ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണിത്. Okay, from the above discussions, it is clear that management was practiced in one form or other even in ancient times. But the principle of science were not applied to management. And in olden days, it was seen that management principles were not much used in the business on account of limited size of business units. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായിരിക്കണത് അന്നത്തെ കാലത്തും മാനേജ്മെന്റ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു സയന്റിഫിക് വേയിലുള്ള ഒരു അപ്ലിക്കേഷൻ ആയിരുന്നില്ല എന്ന് മാത്രം. Okay, that's all about management in ancient civilization. Then next we move on to next stage, that is management during medieval period or pre-scientific management. The development of feudalism occurred in the final days of Roman Empire. Then the organization of feudalism was basically a scalar one and with descending grades of delegated authority. അപ്പോൾ അന്നത്തെ കാലത്ത് റോമൻ എംപയറിന്റെ ആ ഫൈനൽ ഡേയ്സ് ആ സമയത്തൊക്കെ ഡെവലപ്പ് ചെയ്തതാണ് ഈ ഫ്യൂഡലിസം. അതിൽ നമ്മുടെ അതോറിറ്റി ഡെലഗേറ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഡീസെൻട്രലൈസേഷൻ, ഈ ഒരു ടേം ഒക്കെ അന്നത്തെ ആ ഒരു പീരീഡിലും ഉണ്ടായിരുന്നു, മിഡീവൽ പീരീഡിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. Then about the year of 900, Al-Farabi wrote about managing a kingdom or a state. 900 BC ആ സമയത്ത് അൽഫറാബി എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ്. അതിൽ എങ്ങനെ നമ്മൾ കിങ്ഡം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എങ്ങനെ കിങ്ഡം ഓർ സ്റ്റേറ്റ് എങ്ങനെ അത് മാനേജ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ മാനേജ്മെന്റിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ആ ബുക്കിലുണ്ട്. അതുപോലെ തന്നെ 200 years later, Ghazali counseled the king on how he should act and the traits he should develop to be a good manager. നല്ലൊരു മാനേജർ ആവാനായിട്ട് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതും ഗസലിയുടെ പബ്ലിക്കേഷനിലുള്ളതാണ്, ആൾ എഴുതിയിട്ടുള്ള ബുക്കിലുള്ളതാണ്. ദെൻ അടുത്തത് ആൻഡ്രിയ ബാർബറിഗോയുടെ കേസ്, അത് വെനീസിൽ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബുക്ക് ഓഫ് സോർണാസോ ബ്രദേഴ്സ് ഓഫ് വെനീസ് ഷോ ദാറ്റ് ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ദ ജേർണൽ വാസ് ടു സെർവ് ആസ് ദ ബേസിസ് ഫോർ ദ ലെഡ്ജർ. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്ന അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അത് അന്ന് 1410 മുതൽ 16 വരെയുള്ള ആ പീരീഡിൽ, അന്നത്തെ ആ ഒരു പീരീഡിൽ വന്നിട്ടുള്ളതാണ് ഈ ബുക്ക്. ഈ ബുക്കിലുണ്ട് ലെഡ്ജറിനെ അതുപോലെ തന്നെ ജേർണലിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ ബുക്കിലുണ്ട്. ദെൻ അടുത്തത് വേറൊരു കേസ് ഫ്രാൻസിസ്കോ ഡി മാർക്കോയുടെ ബുക്കിലുണ്ട്, മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. Then in the 16th century, when Venetian state and navy were at their zenith of power, method of large scale production were needed to build a war fleet and maintain its reserves. അന്നും ഇതേപോലെ തന്നെ ലാർജസ്റ്റ് ഇൻഡസ്ട്രിയൽ പ്ലാന്റ് ഡെവലപ്പ് ചെയ്തത് അത് ആർസെനൽ ഓഫ് വെനീസിലാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ പ്ലാന്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. Then several aspects of management like personal practice, inventory control, cost control, ഇതൊക്കെ അന്ന് ആർസെനലിൽ അവരത് പ്രാക്ടീസ് ചെയ്തിരുന്നു. അതുപോലെ സർ തോമസ് മോർ contributed utopian ideas for management of an ideal society. Then അതേപോലെ തന്നെ ഗസലിയുടെ നമ്മൾ പറഞ്ഞു, ദെൻ അൽഫറാബിയുടെ കേസ് നമ്മൾ പറഞ്ഞു, പിന്നെ നമ്മൾ സർ തോമസ് മോറിന്റെ കേസ് പറഞ്ഞു. അതുപോലെ നിക്കോളോ മാച്ചിവേലി gave us a clear insight into the machinations of young prince managers. Then several broad principles of management were seen throughout his books. ഈ ഒരു ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് the prince and the discourses such as reliance of mass consent, then cohesiveness, leadership and will to survive, ഇതൊക്കെ ആ ഒരു ബുക്കിൽ പറഞ്ഞിട്ടുള്ള തോട്ട്സ് ആണ്. ഇതെല്ലാം മാനേജ്മെന്റ് റിലേറ്റഡ് ആണ്. From the viewpoint of management thought, the period is not especially noteworthy. Thus, up to 17th century, the needs of management were shown. And by the beginning of 18th century, the domestic system of industry became prominent in Western Europe, and which later on gave birth to the factory system
അപ്പോൾ ഈ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 18th സെഞ്ച്വറിയുടെ ബിഗിനിങ്ങിലൊക്കെ ആയപ്പോഴത്തേനാണ് പിന്നെ ഫാക്ടറി സിസ്റ്റത്തിലേക്കൊക്കെ വന്നു തുടങ്ങിയത്. ദെൻ ഫാക്ടറി സിസ്റ്റത്തിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ അന്നത്തെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് മാനേജ്മെന്റ് ആയിരുന്നു. സ്ട്രിക്റ്റ് മിലിറ്ററി കൺട്രോൾ ആൻഡ് ഓർഗനൈസേഷൻ ആണെന്ന് അവർ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മിഡീവിയൽ പീരീഡിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ. ദെൻ ഇവരുടെയൊക്കെ കേസ് നമ്മൾ പറഞ്ഞു, ബാർബറിക്കോയുടെ കേസ് പറഞ്ഞു, ഡിഫറെന്റ് ഓർഗനൈസേഷണൽ ഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ ലൂക്ക പാസിയോളി നമ്മുടെ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ബുക്ക് കീപ്പിംഗ്, ഡബിൾ എൻട്രി സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ലൂക്ക പാസിയോളിയാണ്. ഈ പീരീഡ് 1494 പീരീഡിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ജേണലും ലെഡ്ജറിന്റെ ഒക്കെ കേസ് നമ്മൾ പറഞ്ഞു. ദെൻ ഇനി ആ ഒരു പീരീഡിൽ നമ്മുടെ ഇക്കണോമിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻ എന്താ, മാനേജ്മെന്റിലേക്കുള്ള ഇക്കണോമിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻ, ഏതൊക്കെ ഇക്കണോമിസ്റ്റ് ആണ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്തത്. ഇതിൽ മെയിൻ ആയിട്ടും പറയാനുള്ളത് കോൺട്രിബ്യൂഷൻ ഓഫ് എക്കണോമിക്സിന്റെ കേസിൽ പറയാനുള്ള ഇവരൊക്കെയാണ് കൂടുതലും അന്നത്തെ ആ ഒരു പീരീഡിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് മാനേജ്മെന്റിലേക്ക്. അതിൽ ആദ്യത്തെ ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്ത് 1723 മുതൽ 90 വരെയായിരുന്നു ആളുണ്ടായിരുന്നത്. ആളുടെ ഒരു പീരീഡ് നമുക്കറിയാം. ഫാദർ ഓഫ് പൊളിറ്റിക്കൽ ഇക്കണോമി എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. who had insight into the management functions, has written different aspects of management in his book Wealth of Nation. അദ്ദേഹത്തിന്റെ ഒരു മെയിൻ ആയിട്ട് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ് വെൽത്ത് ഓഫ് നേഷൻ. നിങ്ങൾ എക്കണോമിക്സ് പഠിച്ചപ്പോൾ അതിൽ പഠിച്ചിട്ടുള്ളതാണ്. ഫാദർ ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുടെ ഫേമസ് ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ വെൽത്ത് ഓഫ് നേഷൻസ് ആളുടെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. അതിൽ മാനേജ്മെന്റിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സിനെ പറ്റി ആൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്, അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഹിസ് വ്യൂസ് ഓൺ ഡിവിഷൻ ഓഫ് ലേബർ ആർ വെൽ നോൺ. ആളാണ് ആദ്യമായിട്ട് ഡിവിഷൻ ഓഫ് ലേബർ, എങ്ങനെ നമ്മൾ വർക്കേഴ്സിനെ എങ്ങനെ ഡിവൈഡ് ചെയ്ത് അവരെ കൊണ്ട് എങ്ങനെ ഓരോ കാര്യങ്ങൾ വർക്ക് ചെയ്യിക്കാം എന്നുള്ള കാര്യങ്ങളെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആളാണ്. ഡിവിഷൻ ഓഫ് ലേബർ ആ ബുക്കിലുണ്ട്. അതുപോലെ തന്നെ ഹി ഹാഡ് എക്സ്പ്രസ്ഡ് ഹിസ് വ്യൂസ് ഓൺ കൺട്രോളിങ് എങ്ങനെ ചെയ്യാം, ഓർഗനൈസേഷൻ കൺട്രോൾ എങ്ങനെ ചെയ്യാം, ഇങ്ങനെയുള്ള ഫേമസ് ആയിട്ടുള്ള ഇപ്പൊ നമ്മൾ മോഡേൺ മാനേജ്മെന്റിൽ യൂസ് ചെയ്യുന്ന പല ഐഡിയാസും ആ ബുക്കിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു എക്കണോമിക്സിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ആഡം സ്മിത്തിൽ നിന്ന്. ദെൻ നെക്സ്റ്റ് ഫേമസ് എക്കണോമിസ്റ്റ് ഇസ് ജോൺ സ്റ്റുവർട്ട് മിൽ. ആളുടെ പീരീഡ് പറയുകയാണെങ്കിൽ 1806 മുതൽ 73 വരെയാണ്. 1806 മുതൽ 1873 വരെയാണ് ആൾ ഉണ്ടായിരുന്നത്. ആ ഒരു പീരീഡിൽ ആൾ അധികം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് മാനേജ്മെന്റ് കൺട്രോൾ അല്ലെങ്കിൽ ബിസിനസ്സിൽ എങ്ങനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ആൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. Then he emphasized control for the prevention of theft, waste. ഓർഗനൈസേഷനിലുള്ളിൽ വരുന്ന theft, അതുപോലെ വേസ്റ്റ്, ഇതൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതിന് നമുക്ക് എന്തൊക്കെ മെഷേഴ്സ് എടുക്കാം എന്നുള്ള കാര്യത്തെ പറ്റിയാണ് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. Then next, James Mill. Much before the innovators of the scientific management had pleaded for treating time study and motion study as a separate activity. ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി ഒക്കെ നമ്മൾ പഠിച്ചു. പ്രിൻസിപ്പൾസ് ഓഫ് മാനേജ്മെന്റ് പഠിക്കുമ്പോൾ അതിൽ ഈ ടൈം സ്റ്റഡീനെ മോഷൻ സ്റ്റഡീനെയൊക്കെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ടൈം സ്റ്റഡി മോഷൻ സ്റ്റഡി ഒക്കെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, സെപ്പറേറ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജെയിംസ് മില്ലാണ്. ദെൻ ജെ ബി സെയ്സ് ഒരു ഫ്രഞ്ച് ഇക്കണോമിസ്റ്റ് ആണ് ആള്. ദെൻ ആഡം സ്മിത്തിന്റെ ഒരു ഫോളോവറാണ്. ആളുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് പ്ലാനിങ് എമംഗ് ഓൾ അതർ മാനേജീരിയൽ ഫങ്ഷൻസ്. അപ്പം മാനേജീരിയൽ ഫങ്ഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്ലാനിങ് ആണ്. അപ്പൊ പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ജെ ബി സെയ്സ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അടുത്തത് W.S. ജെറോം, നോട്ട് ബ്രിട്ടീഷ് ഇക്കണോമിസ്റ്റ് ആണ്. 19th സെഞ്ച്വറിയിലെ ബ്രിട്ടീഷിൽ ഉണ്ടായിരുന്ന ഒരു വെൽ നോൺ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ഇക്കണോമിസ്റ്റ് ആണ് അദ്ദേഹം. ഹി ബിലീവ്ഡ് ഇൻ ദ സയന്റിഫിക് അനാലിസിസ് ഓഫ് വർക്ക്. ആളവിടെ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സയന്റിഫിക് വേയിലാണ് ഒരു കാര്യം ചെയ്യേണ്ടത്, സയന്റിഫിക് വേയിൽ. അപ്പോൾ സയന്റിഫിക് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻ ആളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ആൽഫ്രഡ് മാർഷ്യൽ നമുക്കറിയാം, ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് ആരാന്ന് ചോദിച്ചാൽ അത് ആൽഫ്രഡ് മാർഷ്യൽ ആണ്. He stated that organization is one of the most important factor of production. So he also recognizes planning as one of the recognized function of management. അപ്പോൾ ഓർഗനൈസേഷൻ എന്നുള്ളതാണ് പ്രൊഡക്ഷന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. അതിൽ തന്നെ ഇപ്പോൾ ഓർഗനൈസേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്
പ്ലാനിങ് ആണ് എന്നുള്ളതാണ് ആളുടെ തോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇതിൽ നിന്നൊക്കെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, economics has not made a unified theory of management. പലർക്കും പല രീതിയിലുള്ള തോട്ട്സ് ആണ്. പക്ഷേ ഈ ഓരോ തോട്ടും ഓരോരുത്തരുടെ ഈ തോട്ടും അത് നമുക്ക് പല രീതിയിൽ മാനേജ്മെന്റിൽ, ഇപ്പോഴത്തെ മോഡേൺ മാനേജ്മെന്റിൽ നമുക്കത് ആവശ്യമാണ്. അപ്പൊ എല്ലാവരും ഒരേ ആറ്റിറ്റ്യൂഡ് അല്ല ഉള്ളത്, പല രീതിയാണ്. പക്ഷെ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ മാനേജ്മെന്റ്, മോഡേൺ ടെക്നിക്സ് ഓഫ് മാനേജ്മെന്റിൽ ഇത് ആവശ്യമാണ്. These are all about the contributions of economics. അപ്പൊ നമ്മുടെ 2 സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് മാനേജ്മെന്റ് ഇൻ ആൻഷ്യന്റ് സിവിലൈസേഷനും ദെൻ മെഡീവൽ പീരീഡും കഴിഞ്ഞിട്ടുണ്ട്. മെഡീവൽ പീരീഡിലാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കോൺട്രിബ്യൂഷൻ ഓഫ് എക്കണോമിക്സ് എന്നുള്ള പോയിന്റ് വരിക. അടുത്തത് സയന്റിഫിക് ആൻഡ് ഫങ്ഷണൽ അപ്രോച്ച് ടു മാനേജ്മെന്റ്. ഇത് മെയിൻ ആയിട്ടും 18th സെഞ്ചുറിയുടെ മിഡിലൊക്കെ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെവലപ്മെന്റ് സിൻസ് ദ മിഡിൽ ഓഫ് ദ 18th സെഞ്ചുറി പ്രൊവൈഡഡ് ടു ബി ദ ടേണിംഗ് പോയിന്റ് ഇൻ ദ റെക്കോർഡഡ് ഹ്യൂമൻ ഹിസ്റ്ററി. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടന്നിരിക്കുന്നത് ആ സമയത്താണ്. ആദ്യമായിട്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് വെസ്റ്റേൺ യൂറോപ്പിലാണ്. അത് 1750 ശേഷമാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ ഫാക്ടറി സിസ്റ്റം, മോഡേൺ ഫാക്ടറി സിസ്റ്റം ഒക്കെ അന്ന് ഈ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷമാണ് അത് കൂടുതലായിട്ടും ഓർഗനൈസേഷൻസിൽ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. Due to enlargement of the scale of production, managerial problems arose which needs solution. Then the owners and workers paid much attention to solve the management problem. Then the factory system necessitated huge amount of capital. അപ്പോൾ ഈ റിക്വയർമെന്റ്സ് ഒക്കെ മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ഫാക്ടറിയിലെ ഓപ്പറേഷൻസും അതെല്ലാം പുതിയ രീതിയിലേക്ക് വേണ്ടി വന്നു. In order to meet the requirements of capital for supporting the factory operation, a new legal form of business organization was invented. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ പുതിയ മോഡലിലുള്ള ജോയിന്റ് സ്റ്റോക്ക് കമ്പനി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഒക്കെ അന്ന് വന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. Then factory system brought several type of malpractices which resulted in exploitation of work. അപ്പോൾ ആ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞപ്പോൾ അന്നത്തെ കാലത്ത് അന്നത്തെ വർക്കേഴ്സിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പല മാൽപ്രാക്ടീസസ് ഒന്നും ഉണ്ടായിരുന്നു. അന്ന് ഫാക്ടറി ഓണേഴ്സിന്റെ അന്നത്തെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ സിറ്റുവേഷൻ എന്താ, അവരെങ്ങനെയാണ് അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും അന്ന് അവർ ചിന്തിച്ചിരുന്നില്ല. അപ്പൊ അന്നത്തെ വർക്കേഴ്സിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് മിസറബിൾ ആയിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ വർക്കേഴ്സ് ഒക്കെ ഫാക്ടറിയിൽ ജോലി ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യം കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ഡ്യൂ ടു ദ ഫോഴ്സ് ഓഫ് റീഫോമേഴ്സ് ദ ഗവൺമെന്റ് പാസ്ഡ് ഫാക്ടറി ലെജിസ്ലേഷൻ. ഫാക്ടറി റൂൾസ് കൊണ്ടുവന്നു. അങ്ങനെ ഫാക്ടറി റൂൾസ് കൊണ്ടുവന്നതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് റോബർട്ട് ഓവൻ. He was the manager of a large textile factory in between 1800 and between 1822. 1800-1822 ഇടയിൽ അന്നത്തെ ആ ടെക്സ്റ്റൈൽ ഫാക്ടറിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽ ഫാക്ടറിയുടെ മാനേജർ ആയിരുന്നു റോബർട്ട് ഓവൻ. He was the first man who paid attention to labor welfare. ലേബർ വെൽഫെയർ, ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ്, അവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പൊ അവരെയും പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ഒരു അവരുടെ വെൽഫെയറിന് വേണ്ടി ആക്ട് ചെയ്തിട്ടുള്ള അവരുടെ ആ വെൽഫെയറിന് വേണ്ടി അറ്റൻഷൻ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് പേഴ്സൺ ആണ് റോബർട്ട് ഓവൻ. He said that men should not be treated as a secondary and inferior machine. മെഷീനെ പോലെ മനുഷ്യന്മാരെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല, അവർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം. Okay, then Robert Owen came to be regarded as the father of personal management and an outstanding pioneer of management thought. Then ഇത് കൂടാതെ തന്നെ റോബർട്ട് ഓവൻ കൂടാതെ തന്നെ there were some scientists who began to think of the improvements in management. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു റോബർട്ട് ഓവൻ. ദെൻ അത് കൂടാതെ ആളുകളുണ്ട്. അതിൽ പറയാന്നുണ്ടെങ്കിൽ നോട്ടബിൾ എമംഗ് ദം വാസ് ചാൾസ് ബാബേജ്, ഹെൻറി റോബിൻസൺ ടോൺ എന്നിവരൊക്കെ ഇതിൽ വന്നിട്ടുള്ളതാണ്. ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടി അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ വെൽഫെയറിന്, ലേബർ വെൽഫെയറിന് വേണ്ടി അന്ന് സംസാരിച്ചിട്ടുള്ള വ്യക്തികളിലുള്ളവരാണ് ഇവർ. ദെൻ നെക്സ്റ്റ് ചാൾസ് ബാബേജിനെ പറ്റി പറയാം. ചാൾസ് ബാബേജ് എന്ന് പറയുന്നത് ഹി വാസ് ആൻ ഇംഗ്ലീഷ് മാത്തമാറ്റീഷ്യൻ. അതിൽ അന്നത്തെ കാലത്ത് ഫാക്ടറീസിനെ പറ്റിയൊക്കെ കുറെ കാര്യങ്ങൾ സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്.
ഫാക്ടറീസിലെ കണ്ടീഷൻസിനെ പറ്റിയൊക്കെ സ്റ്റഡി ചെയ്തിട്ടുള്ള ആളാണ്. Then France and who studied the condition of factories in England and France and found that most of the factory class used to work on the basis of estimate and imagination. Then Babbage emphasized that good machines and efficient workers are required to ensure the success of a business organization. അപ്പോൾ ബിസിനസ് ഓർഗനൈസേഷൻ്റെ സക്സസ് ആള് ഇംഗ്ലണ്ടിലെയും ഫ്രാൻസിലെയും ഫാക്ടറീസിലെ കണ്ടീഷൻസിനെ പറ്റി സ്റ്റഡി ചെയ്ത ആൾക്ക് കിട്ടിയ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഓർഗനൈസേഷനിൽ നല്ലൊരു റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ വെറുതെ മെഷീൻ മാത്രം വർക്ക് ചെയ്താൽ പോരാ, അല്ലെങ്കിൽ വർക്കേഴ്സ് മാത്രം ചെയ്താൽ പോരാ, ഇത് രണ്ടും കൂടെ വേണം. നല്ല വർക്കേഴ്സും നല്ല മെഷീനറീസ് ഇത് രണ്ടും കൂടെ ആവുമ്പോഴാണ് അവിടുത്തെ പ്രൊഡക്ടിവിറ്റിയും കൂട്ടാൻ പറ്റുള്ളൂ. ഹി emphasized on division of labor and specialization. അപ്പോൾ ഈ ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി ലേബേഴ്സിനെ തന്നെ ഡിവൈഡ് ചെയ്യുക, അവരുടെ ഡിവിഷൻ കൊണ്ടുവരിക, ദെൻ എന്നിട്ട് അവർക്ക് ഓരോരുത്തർക്കും ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് കണ്ടെത്തി അതിൽ സ്പെഷ്യലൈസ് ചെയ്യിക്കുക. ദെൻ ആളുടെ ആ ഐഡിയാസ് ഒക്കെ വെച്ചിട്ടാണ് ഇപ്പോഴത്തെ പുതിയ നമ്മളിപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഹി എക്സ്പ്രസ്ഡ് ഹിസ് ഒപ്പീനിയൻ ഓൺ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് മാനേജ്മെന്റ് ലൈക്ക് mutuality of interest between employees and employer, then production control, incentive pay, quality control, wage and salary administration, etc. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ചാൾസ് ബാബേജ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഹെൻറി റോബിൻസൺ ടോൺ. ചാൾസ് ബാബേജ് കൂടാതെയുള്ള വേറൊരു വ്യക്തി ഇതേപോലെ തന്നെ സയന്റിഫിക് മാനേജ്മെന്റിനും അതുപോലെ തന്നെ ലേബർ വെൽഫെയറിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരാളാണത്. He was an innovator in the field of management and he emphasized that management was as important as engineering. According to him, manager of industries should be a mechanical engineer, an administrator and a statistician. ഹെൻറി റോബിൻസന്റെ ഒപ്പീനിയനിൽ മാനേജർ എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയറുടെ പോലെ തന്നെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് മാനേജർ എന്നുള്ളത്. ആളൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ പോലെ ആക്ട് ചെയ്യേണ്ട ആളാണെന്നുള്ളതാണ് ഹെൻറി റോബിൻസൺ ടോണിന്റെ അഭിപ്രായത്തിൽ മാനേജറെ പറ്റി പറയുന്നത്. He favored organized exchange of experience among managers and pleaded for an organized effort to pool the great fund of accumulated knowledge in the art of workshop management. വർക്ക്ഷോപ്പ് മാനേജ്മെന്റിന് അതിനു വേണ്ടി കൂടുതലും കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുന്ന വ്യക്തിയാണ് ഹെൻറി റോബിൻസൺ ടോം. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടും സയന്റിഫിക് ആൻഡ് ഫങ്ഷണൽ അപ്രോച്ച് ടു മാനേജ്മെന്റ് എന്നുള്ളതിൽ വരിക. ഇനി ഇതിൽ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഇറ ഏതാണ് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.